സംതൃപ്തി, സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ, ആനന്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് പറയാൻ തോന്നുന്നതാണ്. ഒരു ഗംഭീര സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത എനർജിയാണ്, ഒരു ഭയങ്കര സന്തോഷമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ എനിക്ക് ഇന്ന് സമ്മാനിച്ചത് ഒരു തമിഴ് സിനിമയാണ്. മക്കൾ സെൽവൻ വിജയ് സേതുപതി നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമ മഹാരാജ എന്ന സിനിമയിൽ നിന്ന്. എന്താ പറയുക, അതിൻ്റെ കോർ സ്ട്രെങ്ത് അതിൻ്റെ എഴുത്താണ്. ഗംഭീര പരിപാടികളൊക്കെയാണ് അവരതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ മാസ് എലമെൻറ്റുകളുണ്ട്, ഇമോഷണൽ കാര്യങ്ങളുണ്ട്. അത് ഒരു 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 വല്ലാത്ത സംഭവം തന്നെയാണ്. മക്കൾ സെൽവൻ്റെ വിജയ് സേതുപതിയുടെ പെർഫോമൻസ് വേറെ ഒരുപാട് പേരുടെ എടുത്ത് പറയാനുണ്ട്. എല്ലാം കൊണ്ടും ഞാൻ സംതൃപ്തനായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയൊരു പടമാണ്. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് സമയം ഇരുന്ന് കേൾക്കാൻ വയ്യ, നീ വേഗം പറഞ്ഞു തീർക്ക് എന്നാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. ഇതിൽ ഒരുപാട് കഥയൊന്നും പറയണമെന്ന് തന്നെ ഇല്ല, നിങ്ങൾക്ക് പോയി കാണാം. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട എലമെൻറ്റുകളുണ്ട്. ആദ്യം തന്നെ എനിക്ക് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ ക്രിയേറ്റേഴ്സിനോട് സംസാരിച്ചാൽ കൊള്ളാതുണ്ട്. പക്ഷേ അവരാരും നീ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നല്ലോ. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ തമിഴിനെ ചെറുതായിട്ടൊന്ന് മன்னிക്കണം. എനിക്ക് இந்த தமிழ் சினிமா அவ்வளோ பிடிக்கும் தெரியுமா? இங்கே மாஸ் இருக்குது, கிளாஸ் இருக்குது, இமோஷனல் எல்லாமே இருக்குது. ஆனால் ஒரு தமாத்துன்ற டாபிக் எடுத்து அவ்வளோ பெரிய ஸ்கெயிலில் அவ்வளோ இமோஷனலாக அவ்வளோ பியூட்டிஃபுல்லாக பண்ணி வைக்கிறேன் பாரு. தமிழ் சினிமாவோட மிகப்பெரிய வெற்றி, மிகப்பெரிய ஸ்ட்ரென்த் வந்து அதுதான். என்னோட +2 காலேஜ் டைம்லலாம் வந்து தமிழ் சினிமாவை பற்றி தான் ஜாஸ்தி டிஸ்கஸ் பண்ணுவார். ஏடா தமிழில் இங்கே ஒரு படம் வந்துட்டு இந்த ட்ரெஸ்ஸாக அப்படியெல்லாம் அந்த எக்ஸைட்மெண்ட் இருக்கும். இந்த படம் வந்து அந்த லெவலுக்கெல்லாம் வந்திருக்கேன்னு நான் சொல்ல விரும்பலை. ஆனால் அந்த பெஞ்ச் மார்க் இல்லையா, அங்கே டச் பண்ணியிருக்கேன். നിതിലൻ வந்து ഇറ്റ്സ് എ സൂപ്പർ ജോബ്, അടിപൊളി, ഗംഭീരം. ഇനി നമുക്ക് മലയാളത്തിൽ പറയാം. സിനിമയുടെ പോസിറ്റീവ്സ് എടുത്ത് പറയാനാണെങ്കിൽ മോനെ വിജയ് സേതുപതി അങ്ങേരുടെ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഗംഭീര പെർഫോമൻസുകളിൽ ഒന്ന് എന്നെനിക്ക് ഫീൽ ചെയ്ത് ഇതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും രസകരമായ ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ, നടുവിലെ കൊഞ്ചം പക്കത്തിലെ കാണും, ആ ഫീലുണ്ട്. ബട്ട് അതിൻ്റെ എത്രയോ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ആ ആക്ടർ വന്നിട്ടുണ്ട്. അയ്യോ പൊളി, ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിലെ ഇമോഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പുള്ളിയുടെ വീട്ടിലൊരു മോഷണം, ഞാൻ സ്പോയിലർ ഒരുപാട് പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ഈ വർണ്ണനകളുണ്ടല്ലോ. പുള്ളി ഏറ്റവും ആദ്യം അത് പറയുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുകയും ഏറ്റവും അവസാനം പറയുമ്പോൾ നമ്മുടെ നെഞ്ച് കത്തുകയും ചെയ്യുന്ന, അയ്യോ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു അതിനെക്കുറിച്ച് പറയുമ്പോൾ. ഒരു ആക്ടറിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനമൊക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് വരിക, അയാളത് അത്രയും ഗംഭീരമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് അയ്യോ അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ ലിയോയിൽ വെറുതെ ഓടി വന്ന് വെടികൊണ്ട് ചത്തുപോയി എന്ന് പറയുന്ന ആ ട്രോൾ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് മായ്ച്ച് കളഞ്ഞിട്ട് അണ്ണനെക്കുറിച്ച് നമുക്കൊരു ഫുൾ പേജ് എഴുതി വെക്കാൻ പാകത്തിന് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്താ മാതിരി ഒരു വില്ലൻ. അയ്യോ ടെററാണ് ആ മനുഷ്യൻ, ടെറർ. നമ്മൾ ഫസ്റ്റ് ഈ പുള്ളിയുടെ ഇൻട്രോ സീക്വൻസ് മുതൽ അവസാനം വരെയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കുറേ പറയാതിരിക്കാൻ പറ്റും, സ്പോയിലറായിപ്പോകും ഗൈസ്. അയ്യോ അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും എടുത്തു പറയണമെന്നുള്ള, സിനിമ കാണുമ്പോൾ ഒരു കാരണവശാലും ഞാൻ പറയാൻ മിസ് ചെയ്ത് പോകരുത് എന്ന് ആഗ്രഹിച്ചൊരു കാര്യം അഭിരാമിയുടെ പെർഫോമൻസാണ്. അവർ മലയാളത്തിൽ അവരുടെ തുടക്കകാലത്ത് ഗംഭീര വേഷങ്ങൾ ചെയ്തു, ഗംഭീര പെർഫോമൻസ് കാണിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് അങ്ങനെ ഒരു വലിയ അട്രാക്ഷനോ ആരാധനയോ ആ നടിയോട് തോന്നിയിട്ടില്ല. പക്ഷേ അവരുടെ ഒരു തിരിച്ചുവരവെന്നൊക്കെ പ്രഖ്യാപിച്ചു വന്ന സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയും എനിക്കൊരു നല്ല അഭിനേത്രിയുടെ തിളക്കം അത് ഫീൽ ചെയ്തില്ല. ഇത് അവരുടെ കുഴപ്പമല്ല, അത് പുറത്തേക്ക് എടുത്തിടാൻ പറ്റുന്നൊരു വേഷം വേണ്ടേ. ഇതിൽ ഞാനത് കണ്ടു കേട്ടോ. വളരെ കുറച്ച് സമയത്തേക്ക് കുഞ്ഞു സാധനം എന്ത് രസമായിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു സാധനം മലയാളത്തിൽ നിന്ന് എഴുതി കൊടുക്കുന്നേ, അവർ മണി പോലെ സാധനം ഡെലിവറി ചെയ്യും. പൊളിയായിരുന്നു കേട്ടോ. പിന്നെ നടരാജ് സുബ്രഹ്മണ്യൻ, അയാൾ നടരാജനാണ്. പുള്ളിയുടെ പെർഫോമൻസ് കണ്ട് ഞാൻ ആരാധകനായിട്ടുള്ള ഒരാളാണ്. ഈ സിനിമയിൽ പുള്ളി ഉണ്ട് എന്നുള്ളത് എൻ്റെ ഒരു വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. അതിനെ 100 മടങ്ങാക്കി അയാൾ തിരിച്ചു വന്നിട്ടുണ്ട്. അയാളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനിട്ട് രോമാഞ്ചമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ, ഞാൻ വളരെ മോശം ഒരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ടു എന്നുള്ളതാണ്. ഒരുത്തന്നെ കൈയടിക്കുന്നില്ലെന്ന്. ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് കൈയടിക്കാൻ തോന്നിയാലേ ഞാൻ കുറച്ച് കൈയടിക്കുള്ളൂ. അത് ഓഡിയൻസ് ആരും കൈയടിക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര, എനിക്ക് ഉള്ളിൽ നിന്നൊക്കെ വന്ന് ഞാൻ സീറ്റിൻ്റെ താഴേക്ക് ഇരുന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുത്തനും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമുക്ക് കേൾക്കാം, ദീർഘനിശ്വാസങ്ങളൊക്കെ നമുക്ക് കേൾക്കാം, പക്ഷെ കൈയടിക്കുന്നില്ല. കൈയടിച്ച് പൊളിക്കാൻ പറ്റിയ സീക്വൻസുകളുണ്ടായിരുന്നു സിനിമയിൽ. ആൻഡ് ഇതിൻ്റെ സ്റ്റാർ എന്നൊക്കെ എനിക്ക് വിളിക്കാൻ തോന്നുന്നത് സിംഗംപുലി എന്ന് പറയുന്ന മനുഷ്യനാണ്. എൻ്റെ അണ്ണ, നിങ്ങൾ സിംഗവുമാണ്, നിങ്ങൾ പുലിയുമാണ്. അയാളുടെ ഒരു അടിപൊളിയായിരുന്നു. എന്ത് പറഞ്ഞാലും എനിക്ക് ഇതെന്താണെന്ന് അറിയാം, ഇത് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ചില ട്വിസ്റ്റുകൾ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, നമുക്ക് ഇതിൻ്റെ അകത്ത് അത് എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി. ഇനി ഓഡിയോ വിഷ്വൽ സൈഡ്
അടിപൊളിയായിരുന്നു. ഇതിനങ്ങനെ പെറുക്കി പെറുക്കി പറയാമെന്നില്ല, അടിപൊളിയായിരുന്നു. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് വിഷ്വലായിട്ടാണെങ്കിലും അതിൻ്റെ ഒരു മ്യൂസിക് സപ്പോർട്ടാണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട്, ഇതിൻ്റെ സൗണ്ടിങ്, ആ മിക്സിങ് ഒക്കെ വളരെ രസമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ DI, ഇതിൻ്റെ കളറിങ് ചെയ്തിരിക്കുന്നതാണ്. കാരണം അതായത് ഈ സമയത്തിനെ കണക്ട് ചെയ്യുക എന്ന് പറയില്ലേ, അത് ഗംഭീരമായിട്ട് ആ കളറിങ്ങിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ മച്ചാനെ പൊളി വർക്കായിരുന്നത്. ആൻഡ് ഏറ്റവും സുന്ദരമായ കാര്യം, അനാവശ്യമായ BGM ഇട്ട് നശിപ്പിച്ചിട്ടില്ല. മലയാള സിനിമയാണെങ്കിലും തമിഴ് സിനിമയാണെങ്കിലും കന്നഡ, തെലുങ്ക്, എന്ത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഈ സിനിമകളിലൊക്കെ പ്രധാനമായിട്ട് വരുന്നൊരു കാര്യമുണ്ട്. കോമഡി സീനാണ്, സെൻറ്റി സീനാണ്, ട്വിസ്റ്റാണ് എന്നൊക്കെയുള്ളത് പ്രേക്ഷകനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഈ മ്യൂസിക് അങ്ങ് തള്ളിക്കയറ്റും. ഇപ്പം അടുത്തിറങ്ങിയ പല മലയാള സിനിമ എടുത്ത് നോക്കിയാൽ അറിയാം, ചിരിയാണ്, ഭയങ്കര കൊലച്ചിരിയാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ തിയേറ്ററിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിക്കിൽ രണ്ടടരൻ മ്യൂസിക് ഇടുമ്പോഴായിരിക്കും നമുക്കിത് ചിരിയാണെന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ ഇമോഷണൽ മറ്റേ ഫ്ലൂട്ടോ വയലിനോ ഒക്കെ കയറി വരുമ്പോൾ നമ്മൾ ഊഹിക്കണം അത് സെൻറ്റി ആണെന്നുള്ളത്. നമുക്കിതൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ സിനിമയിൽ എവിടെയൊക്കെ കൺട്രോൾ ചെയ്യണോ അവിടെയൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. മേജർ സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് BGM ഉള്ളത്, സിനിമയിലല്ല. ഈ സീൻ പറയാതെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അടിപൊളിയാണത്. പിന്നെ പറയേണ്ടത് ഈ സിനിമയുടെ ഏറ്റവും കോറായിട്ടുള്ള കാര്യം, ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. ഞാൻ പറയട്ടെ, ഇത് നമ്മൾ കാണാത്ത കഥയോ നമുക്കറിയാത്ത കാര്യങ്ങളോ, എന്തിന് ക്ലൈമാക്സിലെ മേജർ ട്വിസ്റ്റ് അടക്കം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, അത്രയും പ്രഡിക്റ്റബിളാണ്. പക്ഷേ അതിൻ്റെ പ്ലേസ്മെൻറ്റ്, ആ ട്വിസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇട്ട് തരുന്നൊരു സാധനം, ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് പോയിൻ്റ് ഉണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തൊരു സാധനം എന്നൊരു അടി തന്ന പോലെ നമ്മളിങ്ങനെ ഞെട്ടിത്തിരിച്ചിരുന്ന പോലെ എന്തിവിടെ സംഭവിച്ചതെന്ന്. അങ്ങനെയായിരുന്നു അമ്മാതിരി ഒരു സീൻ. അത് കണ്ട് ത്രില്ലടിച്ചു, അയ്യോ ഇവന്മാരെ സമ്മതിക്കണം കേട്ടോ എന്ന്. ആ കേട്ടോ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത സാധനം വരികയാണ്. എങ്ങനെയാണ് ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്നത്, എന്തൊരു തോട്ട് പ്രോസസ്സാണ് ഇത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോൾ. പിന്നെ ഇതിലെ മെയിൻ കഥയൊക്കെ കാണുമ്പോൾ മുമ്പ് കണ്ട പല മലയാള സിനിമ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ സിനിമ വന്ന എക്സ്പീരിയൻസിന് മുകളിൽ നിൽക്കുന്നതല്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇതാ സിനിമയിലാണ്, ഈ സിനിമയിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അങ്ങനെ പല സിനിമകളൊക്കെ നമുക്ക് പേരൊക്കെ എടുത്ത് പറയാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അല്ല, സിനിമ വരുന്ന എക്സ്പീരിയൻസ് വേറെയാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന, അല്ലെങ്കിൽ അവരെ ബലാത്കാരമായി ശാരീരികമായി പീഡിപ്പിക്കുന്ന ആളുകളെയൊക്കെ വെട്ടിക്കൊല്ലണം എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവങ്ങളുണ്ട്. പക്ഷെ അതിനും അപ്പുറത്താണ് നമ്മൾ ഇരയ്ക്കൊപ്പം നിൽക്കുക, അവർക്ക് മാനസികമായി കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയുന്ന കുറേ എലമെൻറ്റുകൾ വരുന്നത്. ചിത്തയൊക്കെ പോലത്തെ സിനിമകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ലൈറ്റ് അടിച്ചൊരു ഗംഭീര അറ്റംപ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഗംഭീര സിനിമയായിരുന്നു. ഈ സിനിമയിൽ പക്ഷേ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ളൊരു എലമെൻറ്റ് നമ്മൾ കാണുമ്പോൾ പോലും ഇമോഷണലി നമ്മൾ എത്ര റാഷണലി ചിന്തിച്ച് കഴിഞ്ഞാലും ഇമോഷണലി നമ്മൾ അതിനൊപ്പം നിന്ന് പോകും. അങ്ങനെയാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സിറ്റുവേഷൻ അങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ സിനിമയുടെ OTT വരട്ടെ, അത് കഴിയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ അപ്രിസിയേഷൻ ആ സിനിമയ്ക്ക് കിട്ടും. വേറെ ഒരു സിനിമയും പോലെയല്ല, ഇത് OTT വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപ്രിസിയേഷൻ കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒരു ഗംഭീര എക്സ്പ്ലനേഷൻ ചെയ്യാം. അന്നേരം ഞാൻ പെറുക്കി പറഞ്ഞുതരാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നിതിൻ എന്ന് പറയുന്ന സംവിധായകന് ഇതെല്ലാം ഒരുക്കി സെറ്റാക്കി തന്ന ആ തിരക്കഥാർത്ഥം സംവിധായകന് ഒരു വലിയ കയ്യടി കൊടുത്തുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.